അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 380 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടിന്നാണ്, അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് എടുക്കുക. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 കോഴിമുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണം ഇതിനായിട്ട് എടുക്കാൻ. അഥവാ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ വൈറ്റ് വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. സാധാരണ കറുത്ത വാനില എസൻസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് ഇതിന് പകരം 1/4 കപ്പ് പാലും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം 1/2 കപ്പ് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൽ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടിയിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഇതായി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അഥവാ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു പരുവത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ഓരോ മൈദയ്ക്ക് അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറച്ച് പാൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതുപോലെ കോരി ഒഴിക്കാൻ പാകത്തിന് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് ലൂസായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇപ്പം ഞാനിതിൽ പാലൊന്നും ചേർത്തിട്ടില്ല, കണ്ടൻസ് മിൽക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കിയ ഈ ബാറ്റർ 3 അളന്ന് വെക്കുക. അപ്പം നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ മുഴുവനും 3 ബൗളിൽ ഒരേ അളവിൽ ഇതാ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തികച്ചില്ല, കുറച്ച് കുറവുണ്ട്. അപ്പം 3 ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാൻ അങ്ങ് ഒരുപാട് ചൂടാവരുത്, ഒരു മീഡിയം ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വയ്ക്കാം. ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇനി ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പാൻ വേണം എടുക്കാനായിട്ട്. ഇപ്പം ഇതിൻ്റെ പുറമൊക്കെ ഡ്രൈ ആയി നല്ലോണം ഹോളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചുട്ടെടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതാ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം ഇത് റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോകും. ബാറ്റർ ഇതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. നിറച്ച് ഹോൾസൊക്കെ വന്നിട്ട് ഒരു വശം ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഒരു വശം നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നിറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശം ഒരു 30 സെക്കൻഡ് ഇങ്ങനെ വെച്ചിരിക്കുക. 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി പാനിൽ നിന്നും എടുത്ത് മാറ്റാം.
ഇനി നമുക്ക് ഇതിന് ഒരു ക്രീം തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒട്ടും ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരിട്ട് കുറച്ച് സമയം എടുത്തു വെച്ച് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഈ ബട്ടർ എടുക്കാനായിട്ട്. ഇനി ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചോ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വിസ്ക് വെച്ചിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. കുറച്ചും കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ 1 കപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. 250 ml കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അരിച്ചിട്ട് വേണം ഇതിൽ കുറച്ച് വീതം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. ഇനി കുറച്ച് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ പാല് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയും മതി. പിന്നെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല ക്രീം പരുവത്തിന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീം പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് കൊടുത്താൽ മതി. നല്ല കട്ടിക്കാണെന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പാലൊഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിന് റെഡിയാക്കി എടുക്കുക. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു പാൻ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. പാൻ കേക്കിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ആക്കി കൊടുക്കുക. ഒരു ലെയർ ഇതാ ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ക്രീം ആക്കി കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ പാൻ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ക്രീം ആക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ആക്കി കൊടുക്കുക. രണ്ടാമത്തെ ലെയറും ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തും കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ ബട്ടർ ക്രീമിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും എടുക്കാവുന്നതാണ്. ബട്ടർ ക്രീമും വിപ്പിംഗ് ക്രീമും രണ്ടും 2 ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് ബാക്കിയുള്ളതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതാ ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലും ഒക്കെ ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് ക്രീം ആക്കി കൊടുത്താൽ മതി, വലിയ ഭംഗിയൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തും അതിൻ്റെ സൈഡിലൊക്കെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരു വശം എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. മെല്ലെ ഒന്നെടുക്കാം. ഇപ്പൊ ഇതാ കട്ട് ചെയ്ത പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, ലെയർ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ പാൻ കേക്ക് വെച്ചിട്ട് കേക്ക് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്